നമസ്കാരം. നമ്മളിപ്പോൾ യാത്ര തിരിച്ചിരിക്കുന്നത് കൊച്ചിയിലെ ഏറ്റവും പരിശുദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നിലേക്കാണ്. കായലോളങ്ങളും കടൽക്കാറ്റും തഴുകിയുണർത്തുന്ന വല്ലാർപാടം. വിശ്വാസികളുടെ ആശ്രയമായ അത്ഭുത പ്രവർത്തകയായ വല്ലാർപാടത്തമ്മയുടെ സന്നിധിയിലേക്ക്. ഈ പാതയിലൂടെ മുന്നോട്ടു പോകുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അത്ഭുത കഥകളാണ് നമ്മെ കാത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വല്ലാർപാടം പള്ളിയുടെ പ്രധാന കവാടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇതാ മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ഈ നീല കവാടത്തിൽ നാഷണൽ ഷ്രെയിൻ ബസിലിക്ക വല്ലാർപാടം എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ തീർത്ഥാടന കേന്ദ്രമാണിത് എന്ന് ഈ ബോർഡ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 2004 കേന്ദ്ര സർക്കാർ വല്ലാർപാടം പള്ളിയെ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചത്. ഈ കവാടം കടന്ന് അകത്തേക്ക് പോകുമ്പോൾ ദൂരെയായി വെള്ള നിറത്തിൽ തിളങ്ങി നിൽക്കുന്ന പള്ളിയുടെ ഗോപുരങ്ങൾ നമുക്ക് കാണാം. ഈ പുണ്യഭൂമിയിലെ വിശേഷങ്ങളിലേക്ക് കടക്കും മുൻപ് ഒരു ചെറിയ കാര്യം. ദ പോപ്കോൺ എംപയർ എന്ന എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വല്ലാർപാടം പള്ളിയുടെ ചരിത്രം എന്നത് വിശ്വാസത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒരു വലിയ കഥയാണ്. 16-ാം നൂറ്റാണ്ടിലേക്ക്, കൃത്യമായി പറഞ്ഞാൽ 1524 നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. പോർച്ചുഗീസുകാരാണ് ആദ്യമായി ഇവിടെ ഒരു പള്ളി സ്ഥാപിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അന്ന് പണിത ആ പഴയ പള്ളി പക്ഷെ ഇന്നത്തെ സ്ഥാനത്തായിരുന്നില്ല. 1676 കൊച്ചിയിലുണ്ടായ ഒരു വലിയ വെള്ളപ്പൊക്കത്തിൽ ആ പഴയ പള്ളി പൂർണ്ണമായും തകർന്നുപോയി. പക്ഷേ അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. പള്ളി തകർന്നെങ്കിലും അവിടെ ഉണ്ടായിരുന്ന മാതാവിൻ്റെ ചിത്രം മാത്രം കായലിലൂടെ ഒഴുകി നടന്നു. അന്നത്തെ കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ രാമൻ വലിയച്ഛനാണ് ഒഴുകി നടന്ന ആ ചിത്രം കണ്ടെടുത്തത്. ഒരു ഹൈന്ദവനായിരുന്നിട്ടും അദ്ദേഹം ആ ചിത്രം ബഹുമാനപൂർവ്വം വീണ്ടെടുക്കുകയും വല്ലാർപാടത്ത് പുതിയൊരു പള്ളി പണിയാനായി സ്ഥലം സൗജന്യമായി നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ വലിയൊരു പ്രതീകമാണ് വല്ലാർപാടം പള്ളി. ഇന്നും പാലിയത്തച്ഛൻ്റെ ഓർമ്മയ്ക്കായി പള്ളിയിൽ കേടാവിളക്ക് തെളിയിച്ചു പോരുന്നുണ്ട്. പിന്നീട് ഈ പള്ളിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത് 1752 മെയ് മാസത്തിലാണ്. പള്ളിയിൽ വീട്ടിൽ മീനാക്ഷി അമ്മയും മകനും കായലിലൂടെ വള്ളത്തിൽ പോകുമ്പോൾ വലിയൊരു കൊടുങ്കാറ്റിൽപ്പെട്ടു. വള്ളം മറിഞ്ഞ് അവർ കായലിൻ്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നുപോയി. മരണമുഖത്ത് വെച്ച് അവർ വല്ലാർപാടത്തമ്മയെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. തങ്ങളെ രക്ഷിച്ചാൽ പള്ളിയിൽ അടിമകളായി കഴിഞ്ഞുകൊള്ളാം എന്ന് അവർ നേർച്ച നേർന്നു. 3 ദിവസങ്ങൾക്ക് ശേഷം അത്ഭുതകരമെന്ന് പറയട്ടെ, മീനാക്ഷി അമ്മയെയും മകനെയും പള്ളിയുടെ മുന്നിൽ സുരക്ഷിതരായി കണ്ടെത്തി. വെള്ളത്തിനടിയിലായിരുന്നിട്ടും അവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയെന്നത് നാടിനെ ആകെ അത്ഭുതപ്പെടുത്തി. ഈ സംഭവത്തിന് ശേഷമാണ് വല്ലാർപാടത്തമ്മ എന്ന പേര് ജനമനസ്സുകളിൽ ഉറച്ചത്. മീനാക്ഷി അമ്മയുടെയും മകന്റെയും രൂപം മാതാവിൻ്റെ ചിത്രത്തോടൊപ്പം പിന്നീട് ചേർക്കപ്പെട്ടു. നൂറ്റാണ്ടുകൾക്കിപ്പുറം ഈ പള്ളിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് 2004 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇതിനെ ഒരു മൈനർ ബസിലിക്കായി ഉയർത്തി. തുടർന്ന് ഭാരത സർക്കാർ ഇതിനെ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായും പ്രഖ്യാപിച്ചു. അങ്ങനെ നമ്മൾ പള്ളിയുടെ വലിയ വാതിലുകൾ കടന്ന് അകത്തേക്ക് കയറുകയാണ്. ശരിക്കും പുറത്തെ ആ ചൂടും ബഹളവുമൊക്കെ മാറി വല്ലാത്തൊരു തണുപ്പും ശാന്തതയുമാണിവിടെ. നമ്മളൊരു വലിയ കൊട്ടാരത്തിലേക്ക് കയറുന്നത് പോലെ തോന്നുന്നുണ്ടല്ലേ? ദാ നേരെ മുന്നിലായി കാണുന്ന ആ ദൃശ്യം കണ്ടോ? മനസ്സിൽ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തരുന്ന കാഴ്ച. കണ്ണുകളേക്കാൾ ഉപരി മനസ്സ് തുറന്ന് അനുഭവിക്കേണ്ട ഒരു നിമിഷമാണിത്. ദാ മുന്നിലേക്കൊന്ന് നോക്കൂ. ആൽത്താരയുടെ പ്രൗഢിയിൽ സ്വർണ്ണവർണ്ണത്തിൽ തിളങ്ങി നിൽക്കുന്ന വല്ലാർപാടത്തമ്മയുടെ ആ ദിവ്യ ചൈതന്യം. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചുമരുകൾ, ആയിരക്കണക്കിന് മനുഷ്യരുടെ കണ്ണീരും പ്രാർത്ഥനകളും വീണലിഞ്ഞ മണ്ണാണത്. എത്ര വലിയ സങ്കടക്കെട്ടുകളുമായി വരുന്നവർക്കും ആ തിരുസ്വരൂപത്തിനു മുന്നിൽ ഒരു നിമിഷം കണ്ണടച്ചു നിന്നാൽ വല്ലാത്തൊരാശ്വാസമാണ്. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത, അനുഭവിച്ചു തന്നെ അറിയേണ്ട ഒരു പോസിറ്റീവ് എനർജി. ഇതാണ് വല്ലാർപാടത്തമ്മയുടെ ആ പ്രസിദ്ധമായ രൂപക്കൂട്. സ്വർണ്ണവർണ്ണത്തിൽ വെളിച്ചത്തിൻ്റെ പ്രഭയിൽ ജ്വലിച്ചു നിൽക്കുന്ന ഈ കാഴ്ച ശരിക്കും കണ്ണെടുക്കാൻ തോന്നില്ല. ഉണ്ണിയേശുവിനെ കൈകളിലേന്തി വാത്സല്യത്തോടെ നിൽക്കുന്ന അമ്മയുടെ ഈ രൂപം കാണുമ്പോൾ തന്നെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം അലിഞ്ഞു പോകുന്ന പോലെ തോന്നും. നൂറ്റാണ്ടുകളായി ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ പ്രാർത്ഥനകൾ കേട്ട കണ്ണീരൊപ്പിയ ആ പുണ്യസ്വരൂപത്തിനു മുന്നിലാണ്
നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ വല്ലാത്തൊരാശ്വാസം നമുക്ക് അനുഭവപ്പെടും. കണ്ണുകൾക്കും മനസ്സിനും ഒരേപോലെ വിരുന്നൊരുക്കുന്ന കാഴ്ച. ഇതാണ് വല്ലാർപാടം ബസിലിക്കയുടെ പ്രധാന അൽത്താര. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പോർച്ചുഗീസ് നിർമ്മാണ കലയുടെ വിസ്മയം ഇവിടെ കാണാം. സ്വർണ്ണ നിറത്തിൽ അലങ്കരിച്ച ഈ മദ്ബഹയുടെ മധ്യഭാഗത്തായിട്ടാണ് വിശ്വാസികളുടെ പ്രതീക്ഷയായ വല്ലാർപാടത്തമ്മയുടെ ആ പുണ്യചിത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇരുവശങ്ങളിലും വിശുദ്ധരുടെ രൂപങ്ങളും മുകളിലെ മാലാഖമാരുടെ കൊത്തുപണികളുമെല്ലാം ഈ അൽത്താരയ്ക്ക് സ്വർഗീയമായ ഒരു ഭംഗി നൽകുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാതെ കൈകൾ കൂപ്പിപ്പോകുന്ന ഒരു ദൈവീക ചൈതന്യം നമുക്ക് അനുഭവിക്കാം. വല്ലാർപാടം പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇവിടുത്തെ നേർച്ചകളാണ്. അതിലെടുത്തു പറയേണ്ട ഒന്നാണ് അടിമവെക്കൽ. ജാതി മതഭേദമന്യേ നിരവധി പേരാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെയും രോഗബാധിതരായ ബന്ധുക്കളെയും വല്ലാർപാടത്തമ്മയുടെ സംരക്ഷണത്തിനായി ഇവിടെ കൊണ്ടുവന്ന് അടിമവെക്കുന്നത്. ആജീവനാന്തം മാതാവിൻ്റെ കാരുണ്യം അവർക്കുണ്ടാകുമെന്നാണ് വിശ്വാസം. മറ്റൊരു പ്രധാന നേർച്ചയാണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്, അടിച്ചുവാറൽ. തങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും പാപമോചനത്തിനായും ഭക്തർ പള്ളിമുറ്റവും പരിസരവും ചൂലുകൊണ്ട് അടിച്ചുവാരി വൃത്തിയാക്കുന്നു. അഹങ്കാരം വെടിഞ്ഞ് മനസ്സ് താഴ്ത്തി മാതാവിന് മുന്നിൽ സ്വയം സമർപ്പിക്കുന്നതിൻ്റെ അടയാളമാണിത്. ഇതുകൂടാതെ മെഴുകുതിരി കത്തിക്കാനും എണ്ണ നേർച്ച നൽകാനുമൊക്കെയായി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആയിരങ്ങളാണ് ഇവിടേക്കെത്തുന്നത്. ആ പള്ളിമുറ്റത്തു നിന്നും നമ്മൾ സാവധാനം നടന്നെടുക്കുന്നത് ഈ കാണുന്ന മനോഹരമായ കവാടത്തിലേക്കാണ്. മംഗള കവാടം എന്നാണ് ഇതിൻ്റെ പേര്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഐശ്വര്യത്തിൻ്റെ ഒരു വാതിലാണിത്. ഇതിനു മുകളിലായി നോക്കിയാൽ ഉണ്ണിയേശുവും മാതാവും യൗസേപ്പിതാവും അടങ്ങുന്ന തിരുക്കുടുംബത്തിൻ്റെ മനോഹരമായ ശില്പം കുത്തിവെച്ചിരിക്കുന്നത് കാണാം. ഈ കവാടം കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ കിട്ടുന്ന അന്തരീക്ഷം തീർത്തും വ്യത്യസ്തമാണ്. ഇതാണ് ജപമാല പാർക്ക്. പള്ളിയുടെ തിരക്കുകളിൽ നിന്നെല്ലാം മാറി വളരെ ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയൊരിടം. വേളാങ്കണ്ണി മാതാവ് ഉൾപ്പെടെ മാതാവിൻ്റെ വിവിധ രൂപങ്ങൾ ഇവിടെയുണ്ട്. മെഴുകുതിരി കത്തിച്ചു പ്രാർത്ഥിക്കാനും ജപമാല ചൊല്ലി നടക്കാനുമൊക്കെയായി നിരവധി വിശ്വാസികൾ ഇവിടെ സമയം ചെലവഴിക്കുന്നു. ജപമാല പാർക്കിലെ ഈ രൂപക്കൂടുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ശ്രദ്ധിച്ചോ? സാധാരണ നമ്മൾ കാണുന്ന കോൺക്രീറ്റ് കൂടുകൾ പോലെയല്ല ഇത്. വലിയ മരത്തടികൾക്കുള്ളിൽ കൊത്തിയെടുത്തതുപോലെയുള്ള ഈ രൂപക്കൂടുകൾക്കുള്ളിലാണ് ജപമാല രഹസ്യങ്ങൾ ഓരോന്നും ആവിഷ്കരിച്ചിരിക്കുന്നത്. യേശുവിൻ്റെയും മാതാവിൻ്റെയും ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ ഓരോന്നായി കണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രകൃതിയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമാണിത്. കണ്ടോ? വെറുമൊരു പാർക്കല്ല ഇത്. കലയും വിശ്വാസവും അത്ഭുതകരമായി കൂടിച്ചേരുന്ന ഒരു വിസ്മയ ലോകം. ശരിക്കും ഒന്ന് അത്ഭുതപ്പെടും. പ്രകൃതിയോട് ചേർന്ന് നിന്ന് ആ വലിയ മരത്തണലിൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് തരുന്ന ഫീൽ അത് വേറെ ലെവലാണ്. വിശ്വാസത്തിൻ്റെ കാര്യങ്ങൾക്കൊപ്പം തന്നെ
ഈ പള്ളിയുടെ മനോഹരമായ നിർമ്മാണ രീതിയും എടുത്തു പറയേണ്ടതാണ്. തെളിഞ്ഞ നീലാകാശത്തിന് താഴെ പാൽ വെളുപ്പിൽ തലയുയർത്തി നിൽക്കുന്ന ഈ പള്ളിയുടെ കാഴ്ച അത് വാക്കുകൾക്ക് അതീതമാണ്. ഗോതിക് ശൈലിയിലുള്ള ഈ ഗോപുരങ്ങളും കായലിൽ നിന്നെത്തുന്ന കാറ്റും പള്ളിമുറ്റത്തെ തണലുമെല്ലാം ചേർന്ന് മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ് നൽകുന്നത്. ഇവിടെ വരുന്നവർക്ക് പ്രാർത്ഥനയ്ക്കൊപ്പം തന്നെ കണ്ണിനും മനസ്സിനും വിരുന്നൊരുക്കുന്ന ഒരു മനോഹര നിർമ്മിതി കൂടിയാണിത്. ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദ പോപ്കോൺ എംപയർ എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രാർത്ഥനകളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വല്ലാർപാടത്തമ്മയെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വല്ലാർപാടത്തമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.